ശരിയാണ്. രക്ഷാകർതൃത്വത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മേഖലയാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഇപ്പോൾ ഒരു 8ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 2010 ശേഷം ജനിച്ചവർ 14 വയസ്സുള്ള കുട്ടികൾ, 8, 9 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ എത്തിയ കുട്ടികളാണ്. അപ്പോൾ അവരെയാണല്ലോ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളുടെ മാറ്റം വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഓരോ വർഷം കഴിയുന്നതോറും ഈ വരുന്ന കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരു ചെറിയ ഇൻസൾട്ട് അവർക്ക് വരികയാണെങ്കിൽ, ആരെങ്കിലും ഒരു ചെറിയ നിസ്സാരമായ കളിയാക്കൽ വരികയാണെങ്കിൽ അതുപോലും താങ്ങാനുള്ള ഒരു കഴിവ് പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊക്കെ എത്ര ആളുകൾ നമ്മൾ കളിയാക്കിയിട്ടുണ്ട്. കൂട്ടുകാരാവാം, കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ആൾക്കാർ, അവരൊക്കെ നമ്മൾ ഒരുപാട് കളിയാക്കുകയും ആ സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു പശ്ചാത്തലം. പക്ഷേ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള കുട്ടികൾ അങ്ങനെയല്ല. പലപ്പോഴും അവർക്ക് ചെറിയ ഇൻസൾട്ടേഷൻ വരുമ്പോഴേക്കും അവരാകെ തകർന്ന് ഇനി ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകില്ല, പിന്നീട് അതൊരു ശബ്ദമായി, പിന്നെ ആ ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് പാടെ മാറി നിൽക്കുന്ന കാഴ്ചകൾ കാണാറുണ്ട്. അപ്പോൾ അവിടെ ഈ കുട്ടികൾക്ക് ന്യൂജൻ കുട്ടികളാണോ അല്ലെങ്കിൽ രക്ഷിതാക്കളാണോ ഇതിന്റെ ഉത്തരവാദികൾ? വാട്ട് ഇസ് ദ സൊല്യൂഷൻ വി ക്യാൻ ഗിവ് ടു ദം? അതായത് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇൻസൾട്ടുകൾ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ തീർത്തും സുരക്ഷിതമായ ഒരു കംഫർട്ട് സോണിലാണ് കുട്ടികൾ വളരുന്നത്. അല്ലെ, എല്ലാവർക്കും പൊതുവെ ഇഷ്ടം എന്താണ്? കംഫർട്ട് സോണിൽ ഇരിക്കുന്നതാണ്. അല്ലെ, ഇപ്പോൾ അവിടെ ഇരിക്കുന്ന നിങ്ങളോടൊന്ന് അവിടെ നിന്ന് എണീക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇഷ്ടപ്പെടില്ല. കുട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുട്ടികളുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇടയ്ക്ക് അവരെ മാറ്റി നിർത്തുക, അവർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാവട്ടെ, ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകുമ്പോൾ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഗ്രോത്ത് ഈസ് ദി റിസൾട്ട് ഓഫ് ഡിസ്കംഫർട്ട്. അല്ലെ, എല്ലാം വിചാരിക്കുന്നത് പോലെ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടാവില്ലല്ലോ. ഗ്രോത്ത് എന്ന് പറയുന്നത്, ഗെയിൻ എന്ന് പറയുന്നത് വേദനയുടെ റിസൾട്ടാണ്. ഒരുപാട് വേദന സഹിച്ചതിന്റെ റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ശീലം മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ലേ പരിഹാരം. ഇത് ഈ ഒരു അവസ്ഥ അവർക്കുണ്ടെന്നുള്ളത് ശരിയാണ്. കാരണം സൊസൈറ്റിയിൽ നല്ല ഒരു ശതമാനം പാരന്റ്സും ഈ പാരന്റിങ്ങിനെ കുറിച്ച് വേണ്ടത്ര ഉത്ബുദ്ധത അവർക്കുണ്ടോ? അത് നിങ്ങളൊന്ന് പറ. വളരെ കുറവാണ്. നമ്മൾ അത് ശാസ്ത്രീയമായി പഠിക്കുന്നുണ്ടോ? വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാടില്ല. അവർക്കുണ്ടാകുന്ന കുട്ടി എന്തായിത്തീരണം അവർ പ്ലാൻ ചെയ്യണ്ടേ? അല്ലെ, നമ്മൾ മാൻ പ്രപ്പോസസ് ഗോഡ് പിന്നെ ഡിസ്പോസസ് ആണ്. എന്നാൽ മാൻ പ്രപ്പോസ് ചെയ്താലേ ഗോഡ് ഡിസ്പോസ് ചെയ്യുള്ളൂ. അതിനുള്ള ഒരു ആസൂത്രണം അവന്റേതായ രൂപത്തിൽ അവൻ നടത്തേണ്ടതില്ലേ? അപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ ഏത് പ്രോഡക്റ്റ് ഇറക്കണം, അതിന് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ ചെയ്തതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടാണ് അവിടെ ഉണ്ടാവുക. എന്നാൽ പാരന്റിങ്ങിന്റെ വിഷയത്തിൽ ഈ രൂപത്തിലുള്ള ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ആസൂത്രണം, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ഒന്നും നടക്കില്ല. അതൊക്കെ ഒരു ആക്സിഡന്റൽ വർക്കായി നടക്കണം. ഒരു നിമിഷത്തിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അത് മാത്രമല്ല, പലപ്പോഴും പാരന്റ്സ് ഒരു മീറ്റിംഗ് കൂടി ഇടയ്ക്ക് ഒരു ഇവാലുവേഷൻ, ഫീഡ്ബാക്ക് എടുക്കാൻ തയ്യാറാവുന്നത് ഇമ്പോർട്ടന്റ് അല്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി രൂപം കൊണ്ടപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം കുടുംബ മീറ്റിംഗ് വിളിച്ചു. വെല്ലുമ്മ, അതായത് അദ്ദേഹത്തിന്റെ ഉമ്മയുപ്പയുണ്ട്, ഭാര്യയുണ്ട്, മറ്റു മക്കളുണ്ട്. അവർ ആ കുടുംബ യോഗത്തിൽ വിഷയങ്ങൾ സ്വകാര്യമായ രൂപത്തിൽ ചർച്ച ചെയ്തു, പരിഹാരം കണ്ടെത്തി, എന്നിട്ട് അതിനുള്ള ഇൻസെന്റീവ് കൊടുത്തു. അതോടുകൂടി ആ പ്രശ്നം അവിടെ സെറ്റിൽ ചെയ്തു. എന്നാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് ഇഷ്യൂസ്, 5, 8, 10 പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് പരിഹരിക്കപ്പെടാതെ അടുത്ത മാസത്തേക്ക് പോവാണ്. അടുത്ത മാസമാകുമ്പോൾ 20 പ്രശ്നങ്ങൾ ഉണ്ടാവാണ്. ഇങ്ങനെ പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഒരു സമ്മേളനമായിട്ട് കുടുംബമാറാണ്. സ്വാഭാവികമായി വിളിച്ചോട്ടുണ്ടാവും. കുട്ടിക്ക് അവരുടെ മാനസികമായിട്ടുള്ള ഇത്തരം ഡിപ്രസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഒരു ഇടം തടി കുട്ടി പോകല്ലോ. കാരണം ഓപ്പണിംഗ് ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷന്റെ റെലവൻസ് അവിടെ വരുന്നത്. മുഖാമുഖ സംസാരം എന്നുള്ളത് തീരെ നടക്കുന്നില്ല. പലപ്പോഴും കൗൺസിലിംഗ് ടേബിളിൽ എത്തുന്ന സമയത്താണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ തന്നെ പലപ്പോഴും ഈ ഭാര്യ ഭർത്താക്കന്മാർ കൗൺസിലിംഗിന് വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നു, ഇതേ പണി നിങ്ങൾ വീട്ടിൽ ഇടയ്ക്ക് ചെയ്താൽ മതി, എന്നാൽ കുറെ പ്രശ്നങ്ങൾ തീരും. ബി എ ഗുഡ് ലിസണർ, നിങ്ങൾ നല്ല ഒരു ലിസണർ ആവുക, നല്ലൊരു ശ്രോതാവുക. പാരന്റ്സ് നിർബന്ധമായും ചെയ്യേണ്ട കാര്യം അതാണ്. കുട്ടികൾക്ക് നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവർ പറയുന്ന ഗ്രീവൻസസ്, അവരുടെ ആവലാതികൾ കേട്ടുകൊടുക്കുക എന്നുള്ളത് കേട്ടാൽ മാത്രം പോലെ പരിഹാരം കൂടി നിർദ്ദേശിക്കണം. ഈ അടുത്ത് പിന്നെ എന്റെ മകൾക്കൊരു കേസ് ഉണ്ടായി. സ്കൂളിൽ നിന്നുണ്ടായ ഒരു കേസ് എന്താ വെച്ചാൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഒരു അധ്യാപിക, അപ്പൊ അവരെന്ത് ചെയ്തു, സ്കൂളിൽ പിന്നെ ഒരു സബ്ജക്റ്റിൽ അവൾക്ക് മാർക്ക് കഴിഞ്ഞ പരീക്ഷയിലൊക്കെ കുറവായിരുന്നു. കാരണം ഈ അധ്യാപിക ക്ലാസ് എടുക്കുന്ന കുട്ടിക്ക് കൃത്യമായി മനസ്സിലാവുന്നില്ല. അപ്പൊ അവർ ലീവിന് പോയ സന്ദർഭത്തിൽ ഗസ്റ്റ് അധ്യാപികയായിട്ട് വേറൊരാൾ വന്നു. അവർ വളരെ മനോഹരമായിട്ട് ഈ കുട്ടിയെ പാഠം പഠിപ്പിച്ചു. അപ്പോൾ ഈ തവണ നടന്ന ഓണ പരീക്ഷയിൽ കുട്ടിക്ക് ഏകദേശം നല്ല മാർക്ക് കിട്ടി, എ ഗ്രേഡുള്ള മാർക്ക് കിട്ടി. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർക്കാണ് അവൾക്ക് കിട്ടിയത്. സ്വാഭാവികമായിട്ട് പേപ്പർ കൊടുക്കുന്ന സമയത്ത് പേപ്പർ മറ്റു കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഈ അധ്യാപിക ഇൻസൾട്ടിംഗ് ആയിട്ട് മോളോട് ചില വാക്കുകൾ പറഞ്ഞു. അതവളെ വല്ലാതെ ഫീൽ ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഈ വിഷയം വീട്ടിൽ വന്ന് മാതാപിതാക്കളായ ഞങ്ങളോട് കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു വളരെ സങ്കടത്തോട് കൂടി. ബിക്കോസ് ഹി ഗോട്ട് ഇൻസൾട്ടഡ്. അപ്പൊ അതിന് ഞാൻ ഇടപെട്ടു. ഞാൻ കൃത്യമായി ഇടപെട്ടു. ആ ഇടപെടൽ നടത്തിയപ്പോൾ മോൾക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം കുട്ടികൾ ഒരു പ്രശ്നവുമായി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് അഡ്രസ് ചെയ്യേണ്ട ഒന്നാമത്തെ വ്യക്തി ഉമ്മയും ഉപ്പയുമാണ്. അത് നമ്മൾ അഡ്രസ് ചെയ്യാതെ അവരെ ബിലിറ്റിൽ ചെയ്താൽ, അവരെ ഇൻസൾട്ട് ചെയ്താൽ എനിക്കത് കിട്ടേണ്ടതാണ്. നീ അങ്ങനെ ചെയ്തിട്ടല്ലേ? കാരണം അവരുടെ അവലാദികളും ആകുലതകളും പങ്കുവെക്കാനുള്ളത് മാതാപിതാക്കളാണ്. നമ്മളത് കേട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, പരിഹാരം നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് സപ്പോർട്ടീവായി നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ, സ്വാഭാവികമായിട്ടും ആരാണ് ഈ കുട്ടിയെ ഈ പ്രായത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്? അവിടേക്ക് കുട്ടി ചായുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതാണ് പല എഫയേഴ്സും ജനിക്കാനുള്ള പ്രഥമമായ കാരണമായി മാറുന്നത്. കാരണം പ്രായം ഈ പ്രായത്തിലെത്തുമ്പോൾ, കൗമാരത്തിലെത്തുമ്പോൾ പൊട്ടിത്തെറിപ്പ് കൂടും, കാറ്റും കോളും നിറഞ്ഞ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാത്ത പ്രായം തന്നെയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതും പൂവണിയപ്പെടാതിരിക്കുമ്പോൾ രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു റിബലിയസ് മൂഡിലാണ് ജീവിക്കുക. ഇവിടെയാണ് ഇത്തരം പ്രണയങ്ങൾ ജനിക്കുന്നത്. ഇപ്പോൾ ന്യൂജൻ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും എളുപ്പമായ മാർഗ്ഗം രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത്. രക്ഷാകർതൃത്വത്തിൽ നമ്മളൊക്കെ പറയാറുള്ളത്, നമ്മൾ പഠിക്കണം, നമ്മുടെ കുട്ടികളെ പഠിക്കണം, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കണം, നമ്മുടെ ഓരോ മക്കളുടെ കഴിവിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അവർക്ക് കൊടുക്കേണ്ട അപ്രീസിയേഷൻ കൊടുക്കാൻ നമുക്ക് കഴിയണം. പ്രശ്നങ്ങളുമായി അവരാധികളുമായി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് അവരെ കൂടെ കൂട്ടാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ നമ്മുടെ ഒരു ഭാഗം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ നല്ല രംഗത്ത്, നല്ല മേഖലയിലൂടെ ഉയരങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ച് ആ പരിഹാരം അവർക്ക് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന പരിഹാരങ്ങൾ കൂടി അവൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.